ആത്മാർത്ഥതയ്ക്ക് മെഡൽ കിട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ടായിരുന്നു. ഇനി ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്താണോ ജോലികൾ അത് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ കർണാടകയിൽ കണ്ടില്ലേ, ഒരു മദ്രസ ഉസ്താദിന് ഒരു പിതാവ് വന്ന് മാരകമായി അടിക്കുന്നത് കണ്ടില്ലേ? എന്തൊരവസ്ഥയാണിത്. ഒരു കുട്ടിയെ വീട്ടിൽ അടക്കി നിർത്താൻ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എത്രയാണെന്ന് ഓരോ ഉമ്മമാർക്കും പപ്പമാർക്കും അറിയാം അല്ലേ? അങ്ങനെ എത്ര കുട്ടികളാ മദ്രസയിൽ ഉണ്ടാകുക? അവരെയൊക്കെ അടക്കി നിർത്തി സൈലന്റ് ആക്കി നിർത്തിയിട്ട് പിന്നെ ഓരോരുത്തരെ പഠിപ്പിച്ചു തുടങ്ങിയും വേണം. എന്തോ ഒരു സമയം, എത്ര എഫേർട്ട് അതിന്റെ ബേക്കിലുണ്ട്. കുട്ടികൾ കളിക്കുന്ന ഓരോ വികൃതികളും കളികളും കോപ്രായങ്ങളൊക്കെ കാണണമെങ്കിൽ മദ്രസയിലേക്ക് വന്ന് നോക്കണം. ഇതൊന്നും ആരും നോക്കുന്നില്ല. ഇവർക്ക് ഇങ്ങനെ ഒരു മെയ്ഡ് ആയിട്ടുള്ള സാധനം ഇങ്ങനെ കിട്ടണം കുട്ടികളെ. അങ്ങനെ നടക്കുന്ന കേസില്ല. അത് നടക്കൂലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോ കർണാടകയിൽ നടന്നു എന്നേ ഉള്ളൂ. കേരളത്തിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഓരോരുത്തരുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ കാത്തു നിൽക്കാൻ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഉസ്താദുമാരൊന്ന് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മള് ഉസ്താദുമാരൊരിക്കലും കുട്ടികളെ വേണമെന്ന് വിചാരിച്ചിട്ടല്ല തല്ലണത്. ഗതികേട് കൊണ്ട് തച്ചു പോവാണ്. അമ്മാരി കളിയാണ് കളിക്കുക മദ്രസയിൽ വന്നിട്ട്. അത്രയും രൂപത്തിലാണ് അവർ കളിച്ചു തീർക്കുന്നത്. നിങ്ങളൊന്ന് വന്ന് നോക്കി, ഒരു 10 മിനിറ്റ് അവരറിയാതെ ഞങ്ങളറിയാതെ നിങ്ങളൊന്ന് മദ്രസയിൽ വന്ന് നോക്കാണ്ടി എന്താണ് മക്കൾ കളിക്കുന്ന കോപ്രായങ്ങളെന്ന്. ആരും വന്ന് നോക്കൂല. എല്ലാവർക്കും എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പരീക്ഷ ഫലം വരുമ്പോൾ കുട്ടിയുടെ മാർക്ക് എത്രയായി, അന്ന് മാർക്ക് കുറഞ്ഞു പോയാൽ എല്ലാ കുറ്റവും എല്ലാ തെറ്റും ഉസ്താദിന്റെ ഭാഗത്തായിരിക്കും അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം. ഇനിയിപ്പോ നിങ്ങൾക്ക് തോന്നാണ് എന്റെ മോൻ അടിക്കാതെ പഠിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ പഠിപ്പിച്ച് നിങ്ങൾ കാണിച്ചേരി. ഇത്രയും കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നില്ലേ, മാനേജ് ചെയ്യണ്ടേ? എന്തോ ഒരു സമയം എടുക്കും. ഓരോ കുട്ടികൾക്കും ലഫ്ദ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അല്ലാതെ 10-25 വയസ്സായ ഒരു മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്. ഒന്നും അറിയാത്ത മക്കളെയാണ് ഓരോന്ന് ചെല്ലി വായിപ്പിച്ച് എഴുതിപ്പിച്ച് പഠിപ്പിക്കുന്നത്. എന്തോ റിസ്ക് ഉണ്ട് അതില്. നിങ്ങളൊന്ന് പഠിപ്പിച്ച് കാണിച്ചില്ല. അല്ലാതെ ഉസ്താദുമാരോട് പറയാനുള്ളത് കൂടുതൽ ആത്മാർത്ഥതയൊന്നും കാട്ടാതിരിക്കുക. ജോലിയിൽ കൂടുതൽ ആത്മാർത്ഥത കാട്ടിയാൽ എന്താ അറിയോ, നമുക്ക് ചിലപ്പോൾ തല്ലേണ്ടി വരും. കാരണം എൻ്റെ കുട്ടി പഠിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. തല്ലാതിരിക്കുക. അവന് വേണമെങ്കിൽ പഠിച്ചോട്ടെ, ഓരോ ദിവസങ്ങളുടെ പാഠങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ചൊല്ലി കൊടുക്കുക, എഴുതിപ്പിക്കുക. വേണമെങ്കിൽ പഠിക്കട്ടെ. മാതാപിതാക്കളോട് വിഷയങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടിയുടെ വിഷയങ്ങൾ. എന്തായാലും ഇപ്പം തല്ലാനൊന്നും പറ്റൂലല്ലോ, അപ്പോൾ നിങ്ങൾ എന്നെ തച്ച് പഠിപ്പിച്ചോളി എന്നുള്ള രൂപത്തിൽ മാതാപിതാക്കളോട് പറയുക. നമ്മുടെ തടിമ പറ്റാതെ നമുക്ക് ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? നിങ്ങൾ പറഞ്ഞേരി, വേറൊരു പോംവഴി നിങ്ങൾ പറഞ്ഞേരി. അതൊന്നും നടക്കണ കേസല്ല. നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ മദ്രസയിൽ കൊണ്ടു ചേർക്കുന്നത് കുട്ടികളെ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സമയമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മക്കൾ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടോ നിങ്ങൾ പഠിപ്പിക്കുന്ന രൂപത്തിൽ അവർ പഠിക്കാഞ്ഞിട്ടോ ആണ് നിങ്ങൾ കൊണ്ടു ചേർക്കുന്നത്. അപ്പോൾ ഉസ്താദുമാർക്ക് നിങ്ങളെ മക്കളെ പഠിപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ചെറിയ രൂപത്തിലൊക്കെ തല്ലാനുള്ള ഒരു അനുവാദം കൂടി നിങ്ങൾ കൊടുക്കണം. അല്ലാതെ മക്കളെ